വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം. ഉറ്റവരെയും ഉടയവരെയും കാണാതെ ഒരു രാവും പകലും കടന്നുപോയി. ഇന്നും അതിവേഗ രക്ഷാപ്രവർത്തനത്തിനായി കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുറക്കമുറങ്ങിയുണർന്നപ്പോൾ ആരോരുമില്ലാതായവർ, ഒരായുസിൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടവർ, കലങ്ങിമറിഞ്ഞെത്തിയ ദുരന്തത്തെ നോക്കി നിസ്സഹായപ്പെട്ടു വിറച്ചു നിൽക്കുകയാണ് പലരും. തകർന്ന മണ്ണടിഞ്ഞ വീടുകളിൽ ഇനിയും മനുഷ്യരുണ്ട്. ചെളിയിൽ പൊതിഞ്ഞും ഇരുന്നും കിടന്നും അവർ പ്രിയപ്പെട്ടവരുടെ കരസ്പർശത്തിനായി കാത്തു കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ പറ്റാതെ ഭീതിയിലും വിലാപത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒട്ടേറെ പേർ. പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ അവർ പോയി മറഞ്ഞുവെന്ന സത്യം മനസ്സിലാക്കി കരഞ്ഞു തളരുന്ന മനുഷ്യർക്കിടയിൽ തങ്ങളുടെ ഉറ്റവർ തിരിച്ചുവരുമെന്ന പ്രതീക്ഷകളോടെ ഇരിക്കുന്ന മറ്റു ചിലർ. ഉള്ളുനോവാതെ കണ്ണു കലങ്ങാതെ കണ്ടു തീർക്കാനാവാത്ത ദൃശ്യങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പുത്തുമലയിലുണ്ടായ ആഘാതത്തിൽ നിന്ന് വയനാട്ടുകാർ ഇനിയും മോചിതരായിട്ടില്ല. അതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടലെന്ന ദുരന്തം പടികടന്നെത്തിയത്. ദുരന്തമുണ്ടായി രണ്ടാം ദിനം രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. 4 സംഘങ്ങളായി 153 രക്ഷാപ്രവർത്തകരാണ് ദുരന്തമുഖത്തുള്ളത്. കാലാവസ്ഥ അനുകൂലമാകുമെങ്കിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തിച്ചും രക്ഷാപ്രവർത്തനം നടത്തും. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ബെയിലി പാലം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യം. ഇതിനുള്ള സാധന സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിച്ചു. 17 ട്രക്കുകളിലായി ഇവയെല്ലാം ദുരന്തഭൂമിയിലേക്കെത്തും. ഏഴിമല നാവിക അക്കാദമിയിലെ 60 സംഘം രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിലെത്തിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. 45 നാവികർ, 5 ഓഫീസർമാർ, 6 ഫയർ ഗാർഡ്സ്, ഒരു ഡോക്ടർ തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത്. മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും 30 വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400-ലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്.